നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അതിൽ ന്യായമുണ്ടോ? ഒരു ന്യായമില്ല. അവൻ സ്വാർത്ഥനാണ്. അവന്റെ ഇഷ്ടങ്ങളും ആവശ്യങ്ങളും മാത്രമേ അവന് വലുതായിട്ടുള്ളൂ. എന്റെ പെങ്ങളെ അവന് മടുത്തപ്പോ അവൻ കൊന്നുകളഞ്ഞതും അതുകൊണ്ട് തന്നെയാ. അതിനെല്ലാം എനിക്ക് അവനോട് കണക്ക് ചോദിക്കണം. അതിനാദ്യം മാളുവിനെ സ്വന്തമാക്കണം. രാഹുൽ എനിക്ക് മാളുവിനെ നേടിത്തന്ന രാഹുലിന് സ്വപ്നം കാണാത്തത്ര സ്വത്തും പണവും രാഹുലിന്റെ സ്വന്തമാവും. ഇന്ന് തള്ളി പറഞ്ഞവരെല്ലാം അന്ന് രാഹുലിനെ തലയിലേറ്റി വാഴിക്കും. ഇന്ന് രാഹുൽ നിഴലിലാണെങ്കിൽ നാളെ രാഹുൽ ചക്രവർത്തിയായിട്ട് വിലസും. മതി, അത് മതി. ഇത് ഡീലാണ്, പക്കാ ഡീൽ. അയ്യോ, ദേ നാത്തൂൻ ഇവിടെ ഇരിക്കായിരുന്നു. ഞങ്ങൾ എവിടെയെല്ലാം പോയി നോക്കി. എന്താ? അല്ല, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. പറഞ്ഞോ? ജാനകമ്മയാണല്ലോ. അവരെന്തിനാ ഇപ്പൊ വിളിക്കുന്നേ? ഇനി ഇങ്ങോട്ട് വരുവാണെന്ന് പറയാനോ മറ്റോ ആയിരിക്കോ? ഏതായാലും നോക്കട്ടെ. ഹലോ, ദേവയാനി തിരക്കിലാണോ? അല്ല. എന്താ ജാനകിയമ്മേ? ദേവയാനി അന്ന് ഗംഗയുടെ വിവാഹത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴാ എനിക്കും അങ്ങനെ ഒരു ചിന്ത വന്നത്. എന്റെ മനസ്സിൽ എന്നും അവളൊരു കൊച്ചുകുട്ടിയല്ലേ, കുറച്ചുകൂടെ കഴിയട്ടെ എന്നുള്ള ചിന്തയിലായിരുന്നു ഞാൻ. അത് ശരിയാ. പക്ഷേ പെൺകുട്ടികളുടെ വളർച്ച പെട്ടെന്നല്ലേ. നേരായ സമയത്ത് വിവാഹം നടത്തി കൊടുക്കേണ്ട ഉത്തരവാദിത്വം നമ്മൾ രക്ഷിതാക്കൾക്കല്ലേ. അതെ, ഇപ്പോ ഗംഗയ്ക്ക് നല്ലൊരു ആലോചന വന്നിട്ടുണ്ട്. ആണോ? ഇതൊരു സന്തോഷ വാർത്തയാണല്ലോ. അതെ, നല്ല കൂട്ടരാ, നല്ല പയ്യൻ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എന്റെ മോളെ അവൻ പൊന്നുപോലെ നോക്കും. ആണോ? ജാനകിയമ്മയ്ക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അത് തെറ്റാൻ വഴിയില്ല. അതെ. മറ്റന്നാള് ഞാൻ അവരുമായി ഗംഗയെ പെണ്ണ് കാണാൻ അങ്ങോട്ട് വരാന്ന് വിചാരിക്കുക. അതിനെന്താ, ഇതൊരു സന്തോഷമുള്ള കാര്യം തന്നെയാ. പിന്നെ പെണ്ണുകാണൽ ഇവിടെ വച്ചായാൽ ഞങ്ങൾക്കും പയ്യനെ ഒന്ന് കാണാൻ പറ്റൂലോ. അതോടോർത്താ അവിടെ വെച്ച് ചടങ്ങ് നടത്താൻ ഞാനും തീരുമാനിച്ചത്. ദേവയാനിക്ക് അറിയാലോ, ഗംഗയ്ക്കും എനിക്കും ബന്ധുക്കളെന്ന് പറയാൻ നിങ്ങളൊക്കെ തന്നെയുള്ളൂ. അത് പിന്നെ ഞങ്ങളും അങ്ങനെ തന്നെയാ കരുതിയിരിക്കുന്നേ. ഈ വീട്ടിലൊരു വിവാഹം പോലെ തന്നെ നമുക്കിത് നടത്താം. എങ്കിൽ ദേവയാനി തന്നെ ഈ സന്തോഷ വാർത്ത ഗംഗയോട് പറയണം. ശരി ജാനകിയമ്മേ, ഗംഗയോട് ഈ കാര്യം പറഞ്ഞ് അവളെ റെഡിയാക്കി നിർത്തുന്ന കാര്യം ഞാൻ ഏറ്റു. എങ്കിൽ ശരി, നേരിൽ കാണാം. സമാധാനായി. എന്താ നാത്തോനെ, എന്താ കാര്യം? ഞാനന്ന് ജാനകിയമ്മയോട് സംസാരിച്ചതിന് പ്രയോജനമുണ്ടായി. ഗംഗയ്ക്ക് ഒരു പയ്യനെ അവര് കണ്ടെത്തി. ഓ, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.